ശിവസ്വരൂപത്തിലൂടെ ഒരു തീർത്ഥയാത്ര ഭാഗം 7. നിത്യാനന്ദ സ്വരൂപരെ സാദരം സപ്രേമം വന്ദേ മാതരം. ഇന്ന് നമ്മുടെ മനന വിഷയം ശിവശതകം 85 മുതൽ 90 വരെയുള്ള ശ്ലോകസാരമാണ്. ശാസ്ത്രയുഗത്തിലെ മഹർഷിയും മഹാകവിയും ദാർശനികനും അദ്വൈതിയുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും നവോത്ഥാന നായകന്മാരിൽ അഗ്രഗണ്യനാണ്. ശിവശതകം ഒരു മഹാകാവ്യമാണ്. നവോത്ഥാനത്തിൻ്റെ ശംഖധ്വനി. ശ്ലോകം 85 മുഴങ്ങിക്കേൾക്കുന്നു. പരമ്പൊരുളായ ശിവൻ്റെ ഉടയാട ആനത്തോലാണ് ഒരു കാലം ഉണ്ടായിരുന്നു. മാമലകളിൽ സഞ്ചരിച്ച് മൃഗങ്ങളെ വേട്ടയാടി അതിൻ്റെ തുകൽ ചർമ്മം ഊരി നഗ്നത മറച്ചിരുന്ന കാലം അത് മാറി. ഇന്നത് വേണമോ എന്ന് കവിയായ ഗുരു ചിന്തിക്കുന്നു. തൻ്റെ നൂതനാശയം ഭഗവാൻ ഗൗരവത്തോടെ എടുക്കുമോ ചിന്തിക്കുകയാണ്. ശിവൻ്റെ വാസസ്ഥാനം യശോവതിയും തപോഭൂമി കൈലാസവുമാണ്. ശിവനിഷ്ടം ആനത്തോലും പുലിത്തോലുമാണ്. അഹിംസാവൃത്തിയായ ഗുരു ഹിംസ ഇഷ്ടപ്പെടുന്നില്ല. ഉമാസഹിതനായ അങ്ങ് സുബ്രഹ്മണ്യനും ഗണപതിക്കും അതുപോലെ മറ്റു ഉപദേവന്മാരും ചേർന്നിരുന്ന് എൻ്റെ തീരുമാനത്തെ പരിഹസിച്ച് തള്ളിക്കളയുമോ ചിന്തിക്കുകയാണ്. ജന്തുക്കളെ ഹനിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല. ഈശ്വരപ്രീതിക്ക് വേണ്ടി മൃഗബലി പാടില്ല എന്ന് ഗുരു ശ്രീബുദ്ധന് ശേഷം അതേ സ്വരത്തിൽ ഉദ്ഘോഷിച്ചു. അഹിംസാവ്രതം പാലിക്കാനുള്ള അവസരം എവിടെയുമുണ്ട്. അഹിംസ പരമോ ധർമ്മ, ഇതാണല്ലോ മഹാവാക്യം. ഗുരു പൂജയിൽ വരുത്തിയ മാറ്റം ശ്രദ്ധേയമാണ്. പൂജ 2 വിധമാണ്: വൈദികമായതും ശുദ്ധമായ ഭക്തിയോടുകൂടിയതും. ജീവിതം സുഖമായി താമസിക്കാവുന്ന വീട്, ഗർവോടുകൂടി അവിടെ വസിക്കുന്ന ഗൃഹസ്ഥാശ്രമി, തിന്ന് കൊഴുത്തു തടിക്കുന്നു. ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുന്നു. ഇത് തൻ്റെ തലയിലെഴുത്താകാം. ശ്ലോകം 86 പ്രതിപാദ്യം ഇതാണ്: വിധി വരച്ചത് മാറി വരാൻ പണി
പ്രതിവിധിക്കു അകറ്റരുതായത് ഗുരുവിൻ്റെ ആപ്തവാക്യമാണ്. ഈ ആശയം പണ്ട് മുതലേ മഹാജനങ്ങൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ. ശരീരം എത്ര സൂക്ഷിച്ചാലും മാളികകൾ വിപുലമാക്കി അതിൽ ഗർവോടുകൂടി താൻ പോരുമയോടുകൂടി വസിച്ചാലും അവസാനം എല്ലാം ഉപേക്ഷിച്ച് മണ്ണടിയേണ്ടി വരുന്നു. ജീവിതത്തിൻ്റെ അസാരതയും നിസ്സാരതയും കവിയായ ഗുരു വ്യക്തമാക്കുന്നു. വെറും ലൗകികമായ അർത്ഥങ്ങൾക്കുപരി ജീവിതത്തിന് അർത്ഥം നൽകുന്ന പരമമായ അർത്ഥമുണ്ടെന്ന് അറിയണം. അത് പരമ്പൊരുളായ ഭഗവാനാണ്, മംഗളദാതാവായ ശിവനാണ്. മൂഢമതികൾ ദുർവിധിക്ക് വിധേയരാകുന്നു. ജീവിതത്തിൻ്റെ പരമമായ അർത്ഥം ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ്. അതിനെയാണ് നേടിയെടുക്കേണ്ടത്. ആത്മഭാവങ്ങളെ ശ്ലോകം 87 പറയുകയാണ്: കാട്ടിലെ കടുവ തന്നെ പിടിച്ച് തിന്നാൻ വരുന്നത് പോലെ കലിയുഗം സകല അനർത്ഥങ്ങളും സൃഷ്ടിക്കാൻ പഴുതു നോക്കിയിരിക്കുകയാണ്. ഭൗതിക സമൃദ്ധിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദം പകരുന്ന ആത്മീയമായിട്ടുള്ള ഉന്നതിയുണ്ട്. അത് ഗർവോടുകൂടി കഴിയുന്ന മനുഷ്യർ അറിയുന്നില്ല. അവരുടെ ജീവിതം വ്യർത്ഥമാകുന്നു, പലപ്പോഴും ദുരിതപൂർണമാകുന്നു. എപ്പോഴും ഈശ്വരഭക്തിയോടുകൂടി സമാർജിക്കുന്ന ഭൗതികമായ സമ്പത്ത് മാത്രമാണ് ശാശ്വതമായി നിലനിൽക്കുന്നത്, ആനന്ദം പകരുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുകയാണ് വേണ്ടത്. കലികാലത്തിൻ്റെ പ്രതിഭാസമാണ് ഇന്ന് അവിടെയായിട്ട് കാണുന്ന ഹിംസാത്മകമായ ചിത്തവൃത്തികളും സംഹാര താണ്ഡവങ്ങളും. കലി മനസ്സിനെ ബാധിക്കരുത്. അയൽക്കാരനോട് അസൂയ തോന്നിയാൽ അത് കലിയായി മാറും. ശരീരം വെറും ജഡം. അതിനെ പ്രീണിപ്പിക്കാൻ മാത്രം പ്രയത്നിക്കുന്നവരാണ് അജ്ഞാനികൾ. അവരെ പിടികൂടാൻ കലിപുരുഷൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതമാകെ നിറഞ്ഞിരിക്കുന്നതായ അനുഗ്രഹഭാവത്തെക്കുറിച്ച് ശ്ലോകം 88 പഠിപ്പിക്കുന്നു. ആത്മഭാവങ്ങളെ, ജന്തുക്കളെ ഹനിച്ച് ഉള്ള അർത്ഥശൂന്യമായിട്ടുള്ള പൂജാ പദ്ധതികൾ പാടില്ല എന്ന് ഗുരു തറപ്പിച്ച് പറയുകയുണ്ടായി. പൂമണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ സത്യം ത്രിഭുവനങ്ങളിലും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്നു. ഏകമായ ആകാശം അനേകം കലശങ്ങളിൽ പ്രതിബിംബിക്കുന്നു. അതുപോലെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന പൊരുൾ ഒരേ ഒരു ഈശ്വരനാണ്, ചൈതന്യമാണ്.
എല്ലാവർക്കും കലിപുരുഷന് ഭയമാണ്. ഹിംസകനാണ് കലി. ദേഹോഹം ബുദ്ധിയാണ് ഭയത്തിന് കാരണം. ഈ ശരീരമാണ് ഞാൻ എന്ന ചിന്ത, അതാണ് ദേഹോഹം ബുദ്ധി. സൂക്ഷ്മവും അദൃശ്യവുമായ സത്യം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അതിനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല. അതിനെ അറിയാൻ അന്തർദൃഷ്ടിയാ ധ്യാനിക്കണം. അത് ആത്മനിരീക്ഷണമാണ്. അത് സുഗന്ധിതമാക്കുന്ന പൂ പോലെയാണ്. ആ ഈശ്വരൻ്റെ നിറവിലാണ് ഈ മൂന്ന് ലോകവും. അർത്ഥാത് ഏകനായ ഈശ്വരനിലാണ് അനേകമായ സകലതും ഉള്ളത്. ഒരേ ആകാശം അനേകം കലശജലത്തിൽ പ്രതിബിംബിക്കുന്നത് പോലെ എന്താണ് ഈശ്വരൻ? ഇന്ന് വരെ പൂർണ്ണതയുള്ള ഒരു നിർവചനം ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഈശ്വരനെ സമർത്ഥിക്കുന്ന ഒരു ഉദാഹരണവും പൂർണ്ണമല്ല. ഗുരു പറയുന്നു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ശ്ലോകം 89 സാരം ശ്രദ്ധിച്ചാലും, ഒരു വശത്ത് മലിനജലം എമ്പാടും നിറഞ്ഞു കിടക്കുന്നു. അതിൽ നിന്നും മുളച്ചു വരുന്നതാണ് ആണവം, കർമ്മം, മായ എന്നീ 3 മലങ്ങൾ. അതിനെ വിളനിലമാക്കിക്കൊണ്ട് അതിൽ വിളവിറക്കി, കൃഷിയിറക്കി, വിളവെടുക്കുന്നത് വിളവെടുത്ത് അനുഭവിക്കുകയും ചെയ്യുന്നു. അത് അനുഭവിക്കുന്ന ബഹുജനങ്ങളുടെ ശ്രദ്ധ മറുവശത്തേക്ക് കൂടി പോകേണ്ടതല്ലേ? അതായത് ഭൗതികതയിൽ മാത്രം മുഴുകിക്കഴിയുന്ന മനുഷ്യൻ അല്പമെങ്കിലും ഈശ്വരബോധത്തോടുകൂടി ഭൗതികാതീതമായ നിത്യസത്യമായ പരമ്പരയെ കുറിച്ചുകൂടി ചിന്തിക്കേണ്ടതല്ലേ? അതായത് ആത്മചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ്. പക്ഷേ സങ്കടം തോന്നുകയാണ് കവിക്ക്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈശ്വരനെ വിസ്മരിക്കുന്നു. സമൃദ്ധിയിൽ, ഭൗതികമായ സമ്പത്തിൽ മാത്രം ആനന്ദം കൊതിക്കുന്നവർ, ആനന്ദം കാണുന്നവർ ഈശ്വരനെ വിസ്മരിക്കുന്നു. അവരുടെ ജീവിതം, അന്തിമ ജീവിതം ദുഃഖപൂരിതമായിരിക്കണം. ഈശ്വരാജ്ഞയാ വരുന്ന ഭോഗങ്ങൾ മാത്രം പൂജിക്കാൻ കഴിയും. ജീവിത ലക്ഷ്യം മനുഷ്യന് മുന്നോട്ട് നയിക്കുന്നു. ലക്ഷ്യം പലർക്കും പലതാണ്. പൊതുവേ അതിനെ 2 തരംതിരിക്കാം. ശാശ്വത സത്യവും പരമാനന്ദ സ്വരൂപവുമായ ഭഗവാനെ അനുഭൂതിയിൽ അറിയുക എന്നതാണ് ഒന്നാമത്തെ സത്യം. മറ്റൊന്ന് നൈമിഷികമായ ലൗകിക സുഖത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചൽ. ലോകർക്ക് താല്പര്യം രണ്ടാമത്തേതിനോടാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് മലിനജലം പോലെയാണ്. അതിൽ താല്പര്യമുള്ളവരുടെ ജീവിതം ആണവം, അണുപോലെ നിസ്സാരമാണ്.
കർമ്മം, മായ എന്നീ 3 മലങ്ങളാണ് ലഭിക്കുന്നത്. ദുഃഖവും ദുരിതവും നിറഞ്ഞ് ഭീതിയിൽ കഴിയുന്ന ആളുകൾ അനന്തവും അനാദിയുമായ സത്യത്തിലേക്ക് കണ്ണു തുറന്നു നോക്കട്ടെ. ഇതൊരു വലിയ സന്ദേശമാണ്. ഗുരുവിൻ്റെ മിക്ക കൃതികളും ഊന്നൽ കൊടുക്കുന്നത് ആത്മീയമായ ഉന്നതിയും വികാസവുമാണ്. ഭൗതിക ജീവിതം നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികവും മറ്റെല്ലാ വിധത്തിലുള്ള ധർമ്മത്തിനധിഷ്ഠിതമായിട്ടുള്ള അനുഗ്രഹം കിട്ടേണ്ടതാണ്. പക്ഷേ പരമമായ സത്യത്തെ ഒരിക്കലും ആരും വിസ്മരിക്കാൻ പാടില്ല. ജീവിതം എപ്പോഴും ആനന്ദപൂർണമായിരിക്കണം. ശ്ലോകം 90 നിയതിയുടെ നിശ്ചയം വെളിപ്പെടുത്തുന്നു. ശരീരം ഷഡ്വികാരങ്ങൾക്ക് വിധേയമാണ്. നര, ജര, മരണം എന്നിവ പുലിയെപ്പോലെ പിടിക്കാൻ വരുന്നു. ഭയം തോന്നുന്നു. ഇതിനൊരു അവസാനമുണ്ടോ? ഇതെല്ലാം ഭഗവാന്റെ അനാദിയായ കളികളാണ്. മരണഭയം എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കും മരണഭയമുണ്ട്. ആ മരണഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? മലിനജലത്തിൽ കിടക്കുന്ന മലിനജലത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രൻ വേണ്ടവിധം പ്രകാശിക്കാത്തതുപോലെ ഭൗതികമായ മാലിന്യത്തിൽ മുഴുകിക്കിടക്കുന്നവരുടെ മനസ്സിൽ ആത്മജ്യോതിസ് പൂർണ്ണമായിട്ടും തെളിയുന്നില്ല. ഭയമുക്തരാകാൻ അത് ഭഗവാന്റെ മഹിമാവാണ്. ഭയമുക്തരായിട്ട് ജീവിക്കുക എന്നത് ഭയം ഓടിമറയും. ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത, ഈശ്വരനെക്കുറിച്ചുള്ള വിചാരം, ഈശ്വരോന്മുഖമായിട്ടുള്ള കർമ്മങ്ങൾ, ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭയം ഓടിമറയും. ആ മഹിമാവിൻ്റെ വെളിച്ചത്തിൽ നോക്കുക. ജര, നര, മരണാദി ഭഗവാന്റെ കളികളാണെന്ന് ബോധ്യമാകും. ഈ കളി എന്നു തുടങ്ങി? കാലാതീതനായ കാലകാലനായ ഭഗവാന്റെ ലീലകളാണ്. ഭയന്നിട്ട് കാര്യമില്ല. ഈശ്വരൻ്റെ ലീലകളെ സ്മരിച്ചുകൊണ്ട് പ്രാണൻ വെടിയുക. അന്തേ യാ സ്മൃതി സാ ഗതി എന്നാണല്ലോ പ്രമാണവാക്യം തന്നെ. ക്ഷോഭമില്ലാതെ ശാന്തമായി ബ്രഹ്മലീനനാകുക. സ്വസ്തി, ശുഭം.